ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സിൽ റേഷ്യോ എന്താണെന്ന് ഇപ്പോൾ പഠിച്ചു അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ റേഷ്യോ എന്താണെന്ന്? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ടൊന്നും പ്രോബ്ലം എന്തായാലും എക്സാമിനൊന്നും ചോദിക്കില്ല. അപ്പോൾ മാം ഇവിടെ ഒരു പ്രോബ്ലം എഴുതുന്നുണ്ട്. A:B = 3:4. ഓക്കെ, B:C = 4:5. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് A:B:C ഇതിൻ്റെ റേഷ്യോ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരട്ടെ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ദേ മാം ഒരു ചെറിയ കോളം വരച്ചിരിക്കുന്ന A:B:C. ഇവിടെ A:B:C. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ നോക്കിയേ, എയും ബിയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3:4 എന്നാണ്. A 3 ആണ്, B 4 ആണ്. അടുത്തത് നോക്കിയേ, B:C എന്നത് 4:5 ആണ്. അപ്പോൾ B 4ഉം C എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടുപേരും ഇവിടെ ബ്ലാങ്ക് ആണ്. അത് വെച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? A:B:C ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ബ്ലാങ്ക് ആയിട്ടുള്ള പോർഷൻസ് രണ്ടും ഫില്ല് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ, ഇവിടെ 4 അല്ലേ ബിയിൽ, ആ 4 തന്നെ മാം ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്. അതേപോലെ ഇവിടെ ബിയിലും 4 ആണ്, ആ 4 തന്നെ മാം തിരിച്ച് ഇവിടേക്കും എഴുതുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ബ്ലാങ്കും ഫില്ലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവരെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും, ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്തെടുക്കും. നോക്കിയേ, 3 × 4 എത്രയാ? 12 അല്ലേ? ഇനി 4 × 4 എത്രയാ? 16. 4 × 5 എത്രയാ? 20. അപ്പോൾ ഇത് നമുക്ക് റേഷ്യോ കിട്ടിയില്ലേ? 12:16:20 അല്ലേ? ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്കിതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കണ്ടേ? യെസ്, ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ പറഞ്ഞേ മക്കളെ. ഏതാണ് ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ? നമുക്ക് 4 തന്നെ എടുക്കാം അല്ലേ? 4 എടുക്കുന്ന സമയത്ത് ഇതേ 12/4, 16/4, 20/4. അപ്പോൾ ഇതേ 12/4 നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 16/4 നമുക്ക് 4 കിട്ടും. 20/4 ചെയ്താൽ നമുക്ക് 5 കിട്ടും അല്ലേ? അപ്പോൾ ഇതേ നമുക്ക് റേഷ്യോ കിട്ടിയല്ലോ. എന്താ നമ്മുടെ റേഷ്യോ? 3:4:5. മക്കൾക്ക് മനസ്സിലായോ എങ്ങനെയാ പ്രോബ്ലം ചെയ്തതെന്ന്? അപ്പോൾ റേഷ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാമല്ലോ. ഓക്കെ ദെൻ ബൈ.